അപ്പോൾ ആ ചാപ്പ കുടഞ്ഞ് ഒഴിവാക്കണമെങ്കിൽ ഞാൻ കുറച്ച് അൾട്രാ സെക്കുലർ ആണ് എന്നുകൂടി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുണ്ടാവും. സെക്കുലർ മുസ്ലിമാണ്. അതെ, സെക്കുലർ മുസ്ലിം ആണെന്ന് തോന്നിക്കാൻ വേണ്ടി അൾട്രാ സെക്കുലർ കാണിക്കുക, ആരും ചെയ്യാത്ത കുറച്ച് കടത്തി ചെയ്യാം. അപ്പം എന്നാൽ മറ്റേത് മായ്ച്ചു കളയാലോ. ശരിയായ മതനിരപേക്ഷത മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് പറ്റില്ല, അതുകൊണ്ട് അയാൾ നിന്ന് മാറി നിന്നു, അത്രേ ഉള്ളൂ. അത്ര നിസ്സാരമായി കാണേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അതിൽ ദേവീ സങ്കല്പങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിലൂടെ ഒരു അനുഗ്രഹം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. സിനിമാ നടൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹം അത് കൊളുത്തി, എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊളുത്തിയില്ല. അത് വലിയ വിവാദമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന് എതിരായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എൻ്റെ മനസ്സിൽ ആ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം പൊതുവാകണമെങ്കിൽ പൊതുവായി എല്ലാവർക്കും അംഗീകരിക്കപ്പെടണം. ഈ വിഷയത്തിൽ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് ആരാണോ കൊളുത്താതിരിക്കുന്നത് ആ ആളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളും അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളും നിരന്തരം ഈ വിഷയം ഉണ്ടാകുമ്പോൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് പൊതുവല്ല എന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബാണ്. അസ്സലാമു അലൈക്കും. നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് കൊളുത്തുന്നതും അതുപോലെ തന്നെ അത് ജനപ്രതിനിധികൾ കൊളുത്തുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവാദങ്ങളൊക്കെ എന്ത് ചെയ്യാണ്ട് കാണാനും അതിനെ കൊളുത്താത്തവരെയൊക്കെ ഒരു വലിയ പ്രശ്നവൽക്കരിക്കുന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് സത്യത്തിൽ? അല്ല, ഇതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് ഒരു ഖേദകരമാണെന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തീർത്തും മതനിരപേക്ഷമായ അടിത്തറയുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് തീർത്തും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന നിലവിളക്ക് അതൊരു പൊതുവേദിയിൽ വന്നു എന്നതുകൊണ്ട് അതൊരിക്കലും മതത്തിൻ്റെ ചിഹ്നമല്ലാതാകുന്നില്ല. അപ്പോൾ അതിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ വിഷയമാകേണ്ട കാര്യമില്ല. അതൊരു നോർമൽ വിഷയമാണ്, നോർമൽ ഇഷ്യൂ ആണത്. ശരിയായ മതനിരപേക്ഷത മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് പറ്റില്ല, അതുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി നിന്നു, അത്രയേ ഉള്ളൂ. അത്ര നിസ്സാരമായി കാണേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പക്ഷെ അത് ഇങ്ങനെ അനാവശ്യമായി ചർച്ച ചെയ്ത് അതിൻ്റെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് വിദ്വേഷം ഉണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, കുറേ ആളുകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു പശ്ചാത്തലം തീർത്തും ഖേദകരമാണെന്നേ പറയാനുള്ളൂ. ഈ നിലവിളക്ക് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയമല്ലല്ലോ. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് വരുന്ന സമയത്താണോ, പുതിയൊരു ഗവൺമെൻറ് വന്നപ്പോൾ ഒരു 1.5 മാസം 2 മാസം ആവാറായി, പക്ഷേ ഈ ഒരു ഗവൺമെൻറ് UDF ഗവൺമെൻറ് വന്നൊരു സമയത്താണോ ഇത് കൂടുതൽ വിവാദമുള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്? അല്ല, ഇപ്പോൾ ഇത് വിവാദമാണ്. ചില സമയത്ത് ഇത് വിവാദമാകുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ആക്കുന്നതിൻ്റെ പിന്നിൽ പലർക്കും പല ലക്ഷ്യമുണ്ടാവും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് ഏകദേശം ഒരു 75 കൊല്ലം പിന്നിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1950 അല്ലേ? ഇപ്പോൾ 2026 അതിലൊരു 5 പതിറ്റാണ്ട് മുമ്പ് മുതൽ ഈ വിഷയം കേരളത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ട്. 1960 മുതൽ അതിൻ്റെ 60ൻ്റെ ഒരു അവസാനം മുതൽ ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ പല സന്ദർഭത്തിലും പൊതുവേദികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്രിമാരുടെ വിഷയത്തിൽ, MLA-മാരുടെ വിഷയത്തിലൊക്കെ വിവാദമായി ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു വിഷയമൊന്നുമല്ല. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്ന് പറയുമ്പോഴും ഇത് പലപ്പോഴും ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില മതസംഘടനകളുടെ പേരിൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മതസംഘടനകളുടെ പേരിലാണ്, അവരാണോ ഇത് പ്രശ്നമായിട്ട് കാണുന്നത്, അവരാണിത് പ്രശ്നവൽക്കരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്. അതൊക്കെ ആളുകളുടെ വിവരക്കുറവ് കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ചരിത്രബോധമില്ലായ്മയാണ്. ഇത് മതസംഘടനകൾ മാത്രം പ്രശ്നവൽക്കരിക്കുന്ന ഒരു വിഷയമൊന്നല്ലത്. ഇപ്പോൾ 1968 പിന്നെ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നതും അദ്ദേഹം ഈ രംഗത്ത് വരുന്നു. അപ്പോൾ അന്ന് തൃശ്ശൂരിൽ നടന്ന ഒരു സംസ്ഥാന യുവജനോത്സവം, അതിൻ്റെ വേദിയാണ്, ഉദ്ഘാടന വേദിയാണ്. ആ ഉദ്ഘാടന വേദിയിൽ ഈ നിലവിളക്ക് വന്നപ്പോൾ അദ്ദേഹം അത് കൊളുത്താതിരുന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേരളം അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മതസംഘടനയുടെ ഒരു ആളല്ലല്ലോ, അദ്ദേഹം കൃത്യമായി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും 2015 നമ്മുടെ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലത്തും തന്നെ ഈ PN പണിക്കരുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിൽ അതിൽ സിനിമാ നടൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് കൊളുത്തി, എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊളുത്തിയില്ല. അത് വലിയ വിവാദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരും തന്നെ ഒരു മതസംഘടനയുടെ
പ്രതിനിധി എന്നുള്ള നിലക്കല്ലല്ലോ അവിടെ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രംഗത്ത് ബഹുമാന്യനായ ഇ.ടി. മുഹമ്മദ് ബഷീർ MP, അദ്ദേഹം ഈ വിഷയത്തിൽ പല സന്ദർഭത്തിലും നിലപാടെടുത്തതും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും തന്നെ അത് കൊളുത്തുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇപ്പോൾ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ നേരത്തെ 2024 കാസർഗോഡ് ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു, അത് വിവാദമായി. അപ്പോൾ അദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞത് വെളിച്ചത്തിനാണെങ്കിൽ സ്വിച്ച് ഇട്ടാൽ പോരെ, ലൈറ്റ് കത്തിയാൽ പോരെ എന്ന് അദ്ദേഹം മറിച്ച് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തീർത്തും ഒരു മതസംഘടനകൾ ഉന്നയിക്കുന്നൊരു വിഷയം എന്നുള്ള നിലക്കല്ല, ഇവിടെ പൊതുരംഗത്തുള്ള മതസംഘടനയിലൊന്നും പെടാത്ത ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ ഒന്നെങ്കിൽ മുസ്ലിം മന്ത്രിമാർ അല്ലെങ്കിൽ മുസ്ലിം ജനപ്രതിനിധികളാണ്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഒരു പ്രശ്നം? അതൊരു ചോദ്യമാണല്ലോ. അല്ല, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ എന്താ വെച്ചാൽ മതസംഘടനകൾ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ മതസംഘടനകളുടെ മാത്രമല്ല വേറെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊന്ന് അങ്ങോട്ട് പോയിട്ട് അത് മുസ്ലിം പിന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളല്ലാത്തവരും ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അതും തന്നെ ഇന്നും ഇന്നലെയൊന്നുമല്ല. നേരത്തെ സപ്തമുന്നണി ഗവൺമെൻറ് വന്ന സന്ദർഭം, അതായത് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വന്ന ആ സർക്കാർ, അത് 1968 അതെ. ആ കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ CH മുഹമ്മദ് കോയ സാഹിബ് കൊളുത്താതിരുന്ന സന്ദർഭം, അത് അദ്ദേഹത്തിൻ്റെ പിന്നെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലത്താണ്. അപ്പോൾ അദ്ദേഹം മാറിയുന്നപ്പോൾ വിവാദമായി. ആ വിവാദത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു, അതായത് EMS നമ്പൂതിരിപ്പാട് ഇടപെട്ടിട്ട് അദ്ദേഹം എടുത്ത നിലപാടെന്താണ്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് അത് പറ്റാത്തതാണെങ്കിൽ അദ്ദേഹത്തിന് കൊളുത്താതിരിക്കാനുള്ള അവകാശം ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതു ഇടങ്ങൾ തീർത്തും മതനിരപേക്ഷമാകണം. ഒരു മതത്തിൻ്റെ സിമ്പലാണെന്ന് തോന്നുന്ന, അതായിക്കൊള്ളുന്നില്ല, അത് തോന്നുന്ന അടയാളങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, പൊതു ഇടങ്ങളിലേക്ക് വരാൻ പാടില്ല എന്ന കർശന നിലപാടെടുക്കുകയും ലേഖനം എഴുതുകയും പല സന്ദർഭങ്ങളിൽ നയം വ്യക്തമാക്കുകയും ചെയ്ത ഒരാളാണ് ആര്, പിന്നെ EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, അതേപോലെ തന്നെ പിന്നെ ഒരു നാടകകൃത്ത്, പ്രശസ്തമായ നാടകകൃത്തായിരുന്നു തോപ്പിൽ ബാസി. അദ്ദേഹം ഈ രംഗത്ത് ഇത് മതനിരപേക്ഷ ഗവൺമെൻറ്റുകളുടെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുള്ള ഒരു പിന്നെ നേതാവാണ് MV ജയരാജൻ. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ ഇത് പിന്നെ ഇതേ അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ MN കാരശ്ശേരി, അദ്ദേഹം ഒരു മുസ്ലിം പക്ഷത്ത് ഉള്ള ആളല്ലല്ലോ യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് വിട്ടു നിൽക്കാൻ ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിട്ടു നിൽക്കാനുള്ള അവകാശം വേണമെന്നാണ്. പക്ഷേ അയാൾ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും, പിന്നെ അത് കൊളുത്താം, അത് മുസ്ലിങ്ങൾ കൊളുത്തുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം ഒരു ഭാഗത്ത് വ്യാഖ്യാനിക്കുമെങ്കിലും അങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് അതിനെന്തുണ്ട്, അവകാശമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയലുണ്ട്. അതുപോലെ പ്രശസ്തനായ നോവലിസ്റ്റ് ആനന്ദ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. പിന്നെ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള B രാജീവ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയ കുഞ്ഞുണ്ണി മാഷ്, അദ്ദേഹം ഇത് പൊതുരംഗത്തേക്ക് ഈ വിളക്ക് വരുന്നത് ജാടയാണ്, കാപട്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ യുക്തിവാദികളുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ PC രവിചന്ദ്രനെ പോലുള്ള ആളുകൾ കൊളുത്തുന്ന സമയത്ത് അവരവിടെ കസേരയിൽ ഇരിക്കുക ചെയ്യുക, അവർ എഴുന്നേറ്റ് വന്ന് നിൽക്കുക പോലും ചെയ്യൂല. അതാരും ഇവിടെ വിവാദമാക്കൂല, ആർക്കും ഒരു പ്രശ്നമല്ല. അതൊരു മുസ്ലിം ആണെങ്കിൽ, ഒരു മുസ്ലിം ജനപ്രതിനിധിയോ മന്ത്രിയോ MLA ആണെങ്കിൽ വലിയ പ്രശ്നമാണ്. അല്ലാത്ത ആളുകൾക്ക് ആ ഒരു പ്രിവിലേജ് എന്തുണ്ട്, അവർക്ക് ആ വിമർശനം ഏൽക്കേണ്ടാത്തൊരു പ്രിവിലേജ് ഉണ്ട്. അതേപോലെ തന്നെ U കലാനാഥൻ, അദ്ദേഹം ഇതിനെ അവരൊക്കെ വിമർശിക്കുന്ന ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇത് തീർത്തും ഒരു മതപരമായ കൺസെപ്റ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്, അതുകൊണ്ട് അതിനൊരിക്കലും പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അത് ശരിയല്ല എന്ന നിലപാട് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കം മുസ്ലിം സംഘടനകളോ മുസ്ലിം മതപണ്ഡിതന്മാരോ മാത്രം പറയുന്ന നിലപാടല്ല, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഇപ്പോൾ കെ എൻ കുഞ്ഞാമത് അദ്ദേഹം ഒരുപാട് പ്രഭാഷണങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ വിവാദത്തിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി EMSൻ്റെ ആ കോട്ടിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സമർത്ഥിച്ച് പറയുന്നുണ്ട് ഈ വിഷയം. അപ്പോൾ അത് പറഞ്ഞ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ മതപണ്ഡിതന്മാർ മാത്രം ഉണ്ടാക്കുന്ന ഒരു കലാപമാണ്, ഒരു പ്രശ്നമാണ് എന്ന ആഖ്യാനം ശരിയല്ല എന്നുള്ളത്. ഞാൻ വേറൊരു ഭാഗം കൂടി ഇനി പറയാം. ഇവരൊക്കെ ഇപ്പോൾ ഞാൻ എണ്ണി പറഞ്ഞൊന്നും മുസ്ലിം പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ആളുകളല്ല. ഇനി ഇവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതുക, എന്ന ഒരു മുസ്ലിം പണ്ഡിതന്മാർക്കും അവരുടെ ടേക്ക് പറഞ്ഞൂടെ, എന്തായാലും കുഴപ്പം?
ഇതിപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഇനി ഇവരാരും പറഞ്ഞിട്ടില്ല. ഒരു ഇസ്ലാമിന്, ഒരു മുസ്ലിമിന് ഒരു യോജിക്കാത്തൊരു സംഗതി ഒരു പൊതുവേദിയിൽ കണ്ടാൽ അയാൾക്ക് അതിന് മാറി നിൽക്കാനും, അതിൽ മാറി നിൽക്കാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ മാറി നിൽക്കാത്ത പ്രശ്നമാണ് എന്ന് മതപണ്ഡിതന്മാർക്ക് പറയാനും എന്താ പ്രശ്നം? അതിന് നമ്മളെ ഭരണഘടന എതിരെ നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അത് പറയാം. ഓക്കെ. അല്ല, നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു മുസ്ലിം മന്ത്രിമാരല്ലെങ്കിൽ മുസ്ലിം ജനപ്രതിനിധികളാണ് ഇത് കൊളുത്താതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, പ്രശ്നമാകുന്നത്. മറ്റുള്ളവർ ചെയ്യാതിരിക്കുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അവിടെ എന്തൊരു എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇതൊരു പ്രശ്നം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. മാത്രമല്ല, ഇതിൻ്റെ സമയത്ത് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം, ഇതൊരു സാംസ്കാരിക ചിഹ്നമായി കണ്ടാൽ പോരെ, എന്തിനാണ് വെളിച്ചത്തിനോട് ഇത്ര അസഹിഷ്ണുത, ഒരു വെറുപ്പെന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവർ കാണാൻ കഴിയും. എന്താ പറയാനുള്ളത്? അല്ല, വെളിച്ചത്തോട് അസഹിഷ്ണുത ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. കാരണം ഈ ഉദ്ഘാടനം നടത്തുന്ന വേദിയിൽ ആ വിളക്ക് വെക്കണീൻ്റെ മുമ്പ് തന്നെ അവിടെ എന്തുണ്ടാവും, നല്ല ലൈറ്റ് ഉണ്ടാവും. അത് ശരിക്കും ഈവൻറ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ടാവും. അവിടെ ഇരുട്ടുള്ള റൂമിലല്ല വിളക്ക് കത്തിക്കുന്നത്. ഒരു സാമാന്യബോധം എന്ത് ചെയ്യണം, പലരും പറയുന്നതാണ് നിങ്ങൾക്ക് എന്താ വെളിച്ചത്തോടത്തുള്ള വിമർശനം. വെളിച്ചത്തോട് വിമർശനം ഉണ്ടെങ്കിൽ ആദ്യം കയറി വരുമ്പോൾ ആ സ്വിച്ച് ഓഫൊക്കെ ചെയ്യാം. അതല്ലല്ലോ ചെയ്യണേ. അപ്പോൾ വെളിച്ചം ഉണ്ടായിരിക്കെ ഇത് കൊളുത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വെളിച്ചമല്ല അവിടെ ഉദ്ദേശം, അത് മറ്റൊരു വിശ്വാസത്തിൻ്റെ ഒരു താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിശ്വാസം ഏതാണെന്ന് ചോദിച്ചാൽ ത്രിദേവി സങ്കല്പമാണ്. അതെ. അതായത് ഇതിൻ്റെ ചൂട് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെയാണ് പ്രതീകിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് പിന്നെ സരസ്വതി ദേവിയെയാണ്. പിന്നെ ഇതിൻ്റെ ഈ പ്രഭ ഉണ്ടല്ലോ, ഇതിൻ്റെ നാളം, ആ നാളമാകട്ടെ ദുർഗാദേവിയെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിളക്കിൻ്റെ ഈ അടിഭാഗം ബ്രഹ്മാവിനെയും മധ്യഭാഗം വിഷ്ണു ഭഗവാനെയും ഇതിൻ്റെ ഈ മുകൾ ഭാഗം ശിവനെയുമാണെന്ത് പിന്നെ പ്രതീകവൽക്കരിക്കുന്നത് എന്നാണ് അതിൻ്റെ പിന്നിൽ പറയുന്ന ആളുകളുടെ വിശ്വാസം. പിന്നെ അതിന് തിരികൾക്ക് കൃത്യമായ എണ്ണങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്, അകലമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വണ്ണം വിഷയമാണ്. അതുപോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിക്കൊണ്ട് ഇത് കൊളുത്താം, എന്നാൽ തെക്കോട്ട് തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കൊളുത്താൻ പാടില്ല. ഇതേപോലെ ഇത് കൊളുത്തുന്ന സമയത്ത് കുറേ മര്യാദകൾ എണ്ണി പറയുന്നുണ്ട്, ചെരുപ്പിടാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഇത് തീർത്തും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവരുടെ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ വെക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ അനുഗ്രഹാശിസ്സുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഈ പൊതുവേദിയിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും ഉപയോഗിക്കൽ. അവരതിൻ്റെ ഭക്തിയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചെരുപ്പൊക്കെ ഒരു വൃത്തിക്കാണ് എന്ത് ചെയ്യണത്, അത് ചെയ്യാറുള്ളത്. ആ ഒരു ബോധവും കാഴ്ചപ്പാടും ഒന്നുമില്ലാത്ത ആളുകൾ ചെരുപ്പൊക്കെ ഇട്ട്, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇത് കൊളുത്തുമ്പോൾ ഈ വിശ്വാസത്തെയും ഇതിൻ്റെ പിന്നിലുള്ള ഈ ഐതിഹ്യത്തെയും ഒരു പിന്നെ എന്താ പറയുക, ഒരു പ്രശ്നവൽക്കരിക്കുക. ശരിക്കും അതിനെ പരിഹസിക്കുക എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിനൊരു മര്യാദയോടുകൂടി അത് ആ വേദി തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് കൊളുത്തുന്ന പല ആളുകളും അതിൻ്റെ ആ വിശ്വാസമൊക്കെ നോക്കിയിട്ടാണ് ശരിക്ക് കൊളുത്താറുള്ളത്. അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ പല രീതിയിലും അത് കൊളുത്തും. എന്തിനാ അങ്ങനെ ഒരു മതവിശ്വാസത്തെ ഒരു പൊതുവേദി കൊണ്ടുവന്നുകൊണ്ട് വഷളാക്കേണ്ട ആവശ്യം? അവിടെ എല്ലാവർക്കും പറ്റുന്നൊരു സാധനം വെച്ചാൽ പോരെ. ഇത്ര ബുദ്ധിമുട്ടിങ്ങാണ്ട് എന്ത് ചെയ്യണ്ട, ഈ വിളക്ക് തന്നെ കൊണ്ടുവന്ന് വെക്കേണ്ട യാതൊരു ആവശ്യ വിഷയത്തിലില്ല. പലപ്പോഴും നേരത്തെ ചോദിച്ച പോലെ ഇത് വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ ഒക്കെ, അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് ഇതിലൂടെ അഭിപ്രായം പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചു. അതിലൊരു വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇസ്ലാം എന്താണ് ഇങ്ങനെ ഇത്തരമൊരു വ്യവസ്ഥയെ കാണുന്നത്? ഇസ്ലാം പലർക്കും ഉള്ളൊരു ചോദ്യമാണ്, എന്താ അത്ര വലിയ കടുംപിടുത്തം? ഇപ്പം നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഭാഗം, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇസ്ലാമിക വിശ്വാസവും ഇതും എവിടെയാണ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ള വിഷയത്തിൽ പലർക്കും അറിവില്ലായ്മ ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി തന്നെ പറയാം. 3 കാര്യങ്ങൾ പ്രധാനമാണ്, 3 വിഷയങ്ങൾ ഇതിലുള്ളടക്കമുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ, മുസ്ലിമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അതിന് അറബിയിൽ നമ്മൾ സാധാരണ തൗഹീദ് എന്ന് പറയും. അതായത് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അയാൾ ആ വിശ്വാസത്തിൽ മായം കലർന്നാൽ അയാൾക്ക് പിന്നെ അയാളുടെ ഒരു പ്രവർത്തനവും സ്വീകരിക്കില്ല എന്നുള്ളതാണ്.
ഒരു പ്രവർത്തനം. കാരണം അത് ഇസ്ലാമിക വീക്ഷണപ്രകാരം നന്ദികേടാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി സംവിധാനിച്ച് വെച്ചത് സ്രഷ്ടാവാണ്. ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അവന് മാത്രം കൊടുക്കേണ്ടതാണ് ഈ ആരാധന. അത് മറ്റൊരു വ്യക്തിക്കോ ശക്തിക്കോ മരിച്ചുപോയവർക്കോ വേറെ ഏതെങ്കിലും സാധനത്തിലോ അത് ഭരമേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബഹുദൈവത്വം, അല്ലെങ്കിൽ സാങ്കേതിക ഭാഷയിൽ ഷിർക്ക് എന്ന് പറയുന്നത്, പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അത് അള്ളാഹു ഒരു കാരണവശാലും പൊറുക്കാത്ത മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ദാനധർമ്മങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒന്നും സ്വീകരിക്കൂല. ബിരിയാണി ചെമ്പിലേക്ക് മണ്ണെണ്ണ ഒറ്റിയാൽ പിന്നെ ആ ബിരിയാണിയത്തെ ഒരു സാധനം ഒന്നിനും പറ്റില്ലല്ലോ. ഇതേപോലുള്ള സംഗതിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുദൈവ ആരാധനയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് വളരെ കണിശമായ നിലപാടുണ്ട്. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു വിളക്കിൻ്റെ വിഷയം, അതിൽ ദേവീ സങ്കല്പങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിലൂടെ ഒരു അനുഗ്രഹം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലാമികമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ത് അനുഗ്രഹം നമുക്ക് ലഭിക്കാനും അത് അള്ളാഹുവിൽ നിന്ന് അഥവാ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് വിളക്കിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ദേവികളിൽ നിന്നോ ദേവന്മാരിൽ നിന്നോ പുണ്യാത്മാക്കളിൽ നിന്നോ പിന്നെ അൾത്താറുകളിൽ നിന്നോ എവിടുന്നും എന്ത് ചെയ്യാൻ പാടില്ല, അത് പ്രതീക്ഷിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഈ വിളക്കിൽ എന്തുണ്ട്, ഇങ്ങനെ ഒരു യഥാർത്ഥ സ്രഷ്ടാവിൽ നിന്നല്ലാതെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നൊരു സാഹചര്യം എന്തുണ്ട്, അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ആ വിശ്വാസം. ഒന്നതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ തശബ്ബുഹ് എന്ന് പറയും. തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ സദൃശ്യമാകുക. അതായത് മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹു എന്നാണ് പ്രവാചകൻ്റെ ഒരു വചനമാണ്. നിങ്ങൾ ആരോടെങ്കിലും സദൃശരായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ്. അതായത് അവരെപ്പോലെ തോന്നിയാൽ മതി, വിശ്വാസമോ സംസ്കാരമോ ആചാരമോ അവരെപ്പോലെ ആയി തോന്നിയാൽ മതി, അവരിൽപ്പെട്ടവരായി. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാമ്യത വരുന്ന വിഷയങ്ങളിൽ പോലും മുസ്ലിമിന് എന്ത് ചെയ്യണം, ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ ഒരു വിഷയം. മൂന്നാമത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ മജൂസികൾ എന്ന് പറഞ്ഞിട്ടൊരു വിശ്വാസക്കാരുണ്ട്. അവർ അഗ്നി ആരാധകരാണ്, അഗ്നിയെ ആരാധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ആ മജൂസികളുടെ പാതയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ശക്തമായ താക്കീതാണ്. അപ്പോൾ ഇത് ഒരു അഗ്നി ആരാധനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാന വിശ്വാസത്തെ ഹിറ്റ് ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ പ്രധാന ഒരു വിശ്വാസത്തെ ഹിറ്റ് ചെയ്യുന്ന വിഷയമാണെന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചു. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് എന്താ വെച്ചാൽ, അവർ പറയുന്നൊരു വാദം വിശ്വാസം മനസ്സിലല്ലേ, അപ്പോൾ അത് നമ്മൾ കൊളുത്തുന്ന സമയത്ത് അത് വിശ്വസിക്കാതിരുന്നാൽ പോരാ, അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാതിരുന്നാൽ പോരാ, അപ്പോൾ പ്രശ്നം തീർന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്. ഇപ്പോൾ മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്, ഏത് മതത്തിനാണ് ആ മതത്തിലുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു പൊതു സമ്പ്രദായമായിക്കൊണ്ട് കണ്ട് ചെയ്താൽ പോരെ, അത് വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് ചെയ്താൽ പോരെ, നമുക്കങ്ങനെ അതിലൊരു ആ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കാതിരുന്നാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. ഇതിലെന്താ വെച്ചാൽ അതൊക്കെ ആളുകളുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമികമായിട്ട് എങ്ങനെയാ വെച്ചാൽ ഈമാനും അമലും ഉണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, അമൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ. അപ്പോൾ വിശ്വാസം പ്രവൃത്തിക്ക് എതിരാകാൻ പാടില്ല, പ്രവൃത്തി ഈ വിശ്വാസത്തിനും എതിരാകാൻ പാടില്ല. അപ്പം എൻ്റെ വിശ്വാസമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന് എതിരായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എൻ്റെ മനസ്സിൽ ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അത് ഹലാലായ കാര്യങ്ങൾക്ക് ഇനി അങ്ങനെ തന്നെ പാടുള്ളൂ. ചെയ്യാൻ പാടുള്ളൊരു വിഷയമാണ് വിചാരിക്കുക. ചെയ്യാൻ പാടുള്ള ഒരു വിഷയമാണെങ്കിൽ ഒരു പക്ഷേ അതിന് വേറൊരു തലാണ്. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ മദ്യം ഹറാമാണ് ഇസ്ലാമിൽ. അപ്പോൾ അത് ശരിക്കും പല കളറിലും കിട്ടുമല്ലോ. അപ്പോൾ ഒരാൾ ഒരു മദ്യം ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനിത് മദ്യമല്ല എന്ന ഇതോടുകൂടിയാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ മദ്യമാണെന്ന് വിശ്വസിച്ചിട്ടല്ല ഞാൻ കുടിക്കണത്, ഞാനൊരു ഗ്ലാസ് വെള്ളമാണെന്ന് കുടിച്ചിട്ട് വിചാരിക്കുക കുടിക്കണത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് കുടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ തശബ്ബുഹ് എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതല്ല. അത് മനസ്സിലാക്കണം. അത് നമ്മൾ പ്രകടമായി കാണുന്നത് എന്താണോ അതാണ് വിഷയം. എൻ്റെ മനസ്സിൽ എന്ത് വിശ്വാസം എന്നുള്ളതല്ല. അത് തശബ്ബുഹ് എന്ന് ഞാൻ പറഞ്ഞത് സദൃശ്യമാകുക. അത് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളോടോ വിശ്വാസങ്ങളോടോ സംസ്കാരങ്ങളോടോ യോജിക്കുന്ന ഒരു നടപടിക്രമം പ്രത്യക്ഷത്തിൽ കണ്ടാൽ തന്നെ അത് സദൃശ്യമാണ്. എൻ്റെ മനസ്സിൽ എന്ത് എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ പിന്നെ ചകഞ്ഞ് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ കാപട്യത്തിലേക്കുള്ള ഒരു വഴിയും ഇസ്ലാം തുറന്നു വെക്കണില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൻ്റെ ഉള്ളും പുറവും ഒരുപോലെ ആകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന ആളുകൾ സ്റ്റേജിലുണ്ടാവും, നമ്മൾ വിശ്വാസം ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായൊരു സംഗതിൻ്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുമ്പോൾ അവരെന്തത് മനസ്സിലാക്കണത്, ഒന്നുകിൽ ഇതിനോട് നമ്മൾ സാദൃശ്യപ്പെട്ടു, അപ്പോൾ അതെന്തായി അവർക്ക് തെറ്റിദ്ധാരണ കുടുങ്ങി. അപ്പം എന്താ ഏകദൈവ വിശ്വാസത്തിൽ പെട്ടതല്ല ഇതൊന്നും, അതിനെതിരല്ല ഇത് എന്നുള്ള തെറ്റായ സന്ദേശം അവർക്ക് കിട്ടുകയാണ് അല്ലേ. അതിന് കാരണക്കാരനാകുകയാണ് നമ്മൾ. ഇനി അതല്ല എൻ്റെ മനസ്സിൽ ഇതൊന്നും ഇല്ലാതെ ഞാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് അവരെ കബളിപ്പിക്കലാണ്. അത് നിങ്ങൾ ഈ ചെയ്യുന്നതിൽ നമുക്ക് വിശ്വാസമൊന്നുമില്ല, ഇത് അപ്പോൾ ഉള്ളിൽ എന്ത് ചെയ്യാണ്, വേറൊരു സാധനം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരികയാണ്. ഇങ്ങനെ ഒരു കാപട്യത്തിൻ്റെ മുഖം അണിയേണ്ടുന്നൊരു സാഹചര്യം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിമിന് വരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ചെയ്യുമ്പോൾ ഇത്തരം സംഗതികൾ ഇസ്ലാം അംഗീകരിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുക, ഇത് കാണുന്ന സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് എന്ത് ചെയ്യണത്, ഇത് കൊടുക്കുന്നത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അതും പ്രധാനപ്പെട്ട ആളുകളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഇതിൽ വേദിയിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ അടിത്തറയൊന്നും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഇത് കുഴപ്പമില്ല, ഇതൊരു മുസ്ലിമിന് ചെയ്യും, എൻ്റെ മനസ്സിലുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അയാളുടെ വിശ്വാസം വേറെയാണ്. പക്ഷെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയും അത് വിശ്വാസത്തിൽ ജാഗ്രത കുറവുണ്ടാകാനും കാരണവും. അഥവാ സമൂഹത്തിന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും തെറ്റായ സന്ദേശം കൊടുക്കും, മുസ്ലിങ്ങൾക്കും തെറ്റായ സന്ദേശം കൊടുക്കും. തീർച്ചയായിട്ടും പലപ്പോഴും ഇതിങ്ങനെ വിമർശിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഇത് വിവാദത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് പാടില്ല എന്ന് പല ആൾക്കാരും പറയുന്നു. വിശ്വാസത്തിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം തെളിവാണല്ലോ ഉണ്ടാവേണ്ടത്. പ്രവാചകനിൽ നിന്നോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനുള്ള തെളിവുണ്ടാകണം. അപ്പോൾ ഇസ്ലാമി ചരിത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരമായ ഖുർആനിലോ ഹദീസിൽ നിന്നോ ഇതിന് വല്ല തെളിവുകൾ നമുക്ക് കാണാൻ പറ്റുമോ? ഇഷ്ടംപോലെ തെളിവ് കാണാൻ പറ്റുമല്ലോ, അത് തർക്കമുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വരുന്നത്, പിന്നെ ഹിജറ 8-ാം വർഷം, അതായത് മക്കം ഫത്തിഹിന് ശേഷം, മക്ക വിജയത്തിന് ശേഷം ഉള്ളൊരു സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പ്രവാചകനും സഹാബത്തും പോവുകയാണ്. ഹുനൈൻ യുദ്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ കൂടെയുള്ള കുറേ ആളുകൾ കുറച്ച് പുതുവിശ്വാസികളാണ്. അപ്പോൾ അവർ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ നേരത്തെ മുശ്രിക്കീങ്ങളായിരുന്ന കാലത്ത്, അഥവാ അവരൊരു ബഹുദൈവാരാധനയുള്ള വിശ്വാസക്കാരായിരുന്ന കാലത്ത് ഞങ്ങൾ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ പേര് ദാത്തു അൻവാത്ത് എന്നാണ്. അപ്പോൾ ആ മരത്തും എന്ത് ചെയ്യും, വാളൊന്ന് കൊളുത്തി വെക്കും. എന്നിട്ട് ആ വാളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടൊരു ശക്തി കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റാണ്, ആ വിശ്വാസം ഇപ്പോൾ തെറ്റാണ്. ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ, ഏകദൈവ വിശ്വാസികളായില്ലേ. പക്ഷേ നമുക്ക് അവരുടെ മുശ്രിക്കീങ്ങളുടെ ആ മരം വേണ്ട, നമുക്ക് നമ്മളുടെ ഒരു ദാത്ത് അനുവാദം ഉണ്ടാക്കി തന്നൂടെ നബിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ആ മരത്തും എന്ത് ചെയ്യുക, നമ്മളെ വാളൊന്ന് കൊളുത്തിയെടുത്താൽ നമുക്കൊരു ബലം കിട്ടാൻ. പഴയ മരം വേണമെന്നല്ല പറഞ്ഞത്, അതേപോലെ സമാനമായ വേറൊരു മരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നൂടെ എന്നാണ് ചോദിച്ചത്. വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കിപ്പോൾ ഇവരൊക്കെ ചിന്തിക്കുമ്പോൾ പറയും ചെയ്യണ നെഗറ്റീവ് കൊണ്ടുവരുന്ന രൂപത്തിൽ പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പ്രവാചകൻ? ഇവർ നല്ല വിശ്വാസികളാണല്ലോ, കാരണം അവർ നേരത്തെ ഒഴിവാക്കിയ വിശ്വാസം അവർ സ്വീകരിക്കണില്ല, അവർക്കൊരു പുതിയ മരം വേണമെന്നല്ലേ പറയുന്നുള്ളൂ അല്ലേ, പ്രവാചകൻ അനുവദിക്കല്ലേ വേണ്ടത്. പക്ഷെ പ്രവാചകൻ അവരോട് വളരെ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. അതായത് പ്രവാചകൻ സദസ്യം പറഞ്ഞു, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് മഹാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ഹസ്സുനൻ, നിശ്ചയമായി ഇതൊരു ചര്യപ്പെട്ടതാണ്. ഏത് ചര്യയിൽപ്പെട്ടതാണ്? ഉൽത്തും വല്ലതി നഫ്സി ബിയദിഹി കമാ കാലത്ത് ബനു ഇസ്രായേൽ മൂസ. അതായത് കഴിഞ്ഞ കാലത്ത് ബനു ഇസ്രായേൽ ജനത അവരുടെ പ്രവാചകനായ മൂസയോട് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുന്നത്. മൂസയോട് അവരെന്താ ചോദിച്ചത്? ഇജഅല്ലന ഇലാഹൻ കമാലഹും മാലിഹ, അവർക്കൊരു ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹനെ വേണം എന്ന് മൂസാ നബിൻ്റെ സമുദായം മൂസാ നബിനോട് ചോദിച്ച പോലെ നിങ്ങളിപ്പം എന്നോട് ഒരു ആരാധനയാണ് ചോദിക്കുന്നത്, ഒരു ഇലാഹിനെയാണ് ചോദിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ അവർ ഇലാഹിനെ ചോദിച്ചിട്ടില്ല, ആരാധന ചോദിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നബി അതിനുള്ള വിശ്വാസ വ്യതിയാനത്തെ എടുത്ത് ശരിക്കും കാണിച്ചു കൊടുക്കുകയാണ്, ഇതതിന് സമാനമാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. കാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, അവർ വിവരമില്ലാത്ത ജനതയായിരുന്നു, അങ്ങനെ നിങ്ങളാകാൻ പാടില്ല. ലതർകബുന്ന സനന മൻ കാന ഖബ്ലക്കും,
നിങ്ങൾ പഴയ ആ തലമുറയുടെ പിന്നെ ചര്യയിലേക്ക് നിങ്ങൾ പോവുകന്നെ ചെയ്യും. ശക്തമായ താക്കീതാണ് കൊടുത്തത്. അപ്പോൾ അതൊന്നും മയപ്പെടുത്തി സംസാരിക്കുന്ന രൂപമല്ല പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുക. അതേപോലെ ഈ പിന്നെ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ഓഫറുകൾ വന്നു റസൂലുള്ളാഹിൻ്റെ അടുത്ത്, സമ്മർദ്ദങ്ങൾ വന്നു. അതായത് നബി തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കോംപ്രമൈസും ഇല്ലാതെ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ ഇത്ര കർശനമായിട്ട് പറയുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കോംപ്രമൈസിലെത്താം. നിങ്ങൾ കുറച്ച് കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ആരാധന നിങ്ങൾ ആരാധിക്കുക, കുറച്ച് കാലം നിൻ്റെ അള്ളാനെ ഞങ്ങളും ആരാധിച്ചോളാം. അങ്ങനെ ഒരു കോംപ്രമൈസിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞു. അതെ, വിശ്വാസമൊന്നും വേണ്ട, എൻ്റെ മനസ്സിൽ വിശ്വാസമൊന്നും വേണ്ട, അങ്ങനെ ചെയ്തൂടെ, കോംപ്രമൈസിന് പോയിക്കൂടെ? നബി എന്താ ചെയ്ത്? അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഉൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. വളരെ കറക്റ്റാണത്. ഈ അവിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധ്യൻ, എനിക്ക് എൻ്റെ ആരാധ്യൻ, നിങ്ങൾ ആരാധിക്കണേന് ഞാനും ആരാധിക്കണില്ല, ഞാൻ ആരാധിക്കണേന് നിങ്ങളും ആരാധിക്കണം. ലക്കും ദീനുക്കും വലിയ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. എത്ര കറക്റ്റാണ് ആ വാക്ക്. അത് ഏത് സന്ദർഭം നോക്കണം, ഈ കോംപ്രമൈസ് സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ ഇത് ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി. എനിക്ക് എൻ്റെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, അതിൽ നമ്മൾ തൊട്ട് കളിക്കേണ്ട, വേറെ കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊരു കാഴ്ചപ്പാട് പറയില്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അതേപോലെ തന്നെ വേറെ സംഭവം ഞാൻ പറയാം. നബിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു നേർച്ച നേരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്നല്ലേ പറയേണ്ടത്? അതായത് അവിടെ ഒരു മൃഗത്തെ അറുത്ത് പിന്നെ ബലിയറുത്തുകൊണ്ട് മാംസം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നബി ഒന്ന് ഉള്ളിലേക്ക് പോയിട്ട് ചോദിക്കുകയാണെന്ത്, ആ പറഞ്ഞ സ്ഥലത്ത് ഇതിനു മുമ്പ് മറ്റുള്ള മതവിഭാഗങ്ങളുടെ വല്ല ആരാധനകളോ വല്ല ആഘോഷങ്ങളോ വല്ല നേർച്ചകളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെങ്കിൽ നീ ചെയ്തോ. എന്തതിൻ്റെ അർത്ഥം? അതായത് മറ്റു മതവിഭാഗങ്ങളുടെ എന്തെങ്കിലും ആഘോഷമോ ആദർശമോ ആരാധനയോ ഒക്കെ നടന്ന ഒരു സ്ഥലത്ത് പോലും ഒരു വിശ്വാസി പോയിട്ട് ഒരു മുസ്ലിം പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ്റെ ആ ഒരു വിശ്വാസത്തോടൊരു താതാത്മ്യപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, സദൃശ്യപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് പ്രവാചകൻ ചോദിച്ച് മനസ്സിലാക്കി തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ചരിത്രം. പക്ഷേ ഇതൊക്കെ പിന്നെ അറിഞ്ഞോ അറിയാതെയോ പല ആളുകളും വളരെ ഡയലൂട്ടായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പോകുന്നു എന്നുള്ളത് ഖേദകരമാണ്. നമ്മളിപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരുപാട് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും തെളിവുകളൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും മുസ്ലിം ജനപ്രതിനിധികൾ അതിൽ തന്നെ അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ സൂചിപ്പിച്ചത്. പക്ഷേ പൊതുസമൂഹം പലപ്പോഴും ഇതിനെ കാണുന്നത് പലപ്പോഴും ഇതൊരു പൊതു സിമ്പലല്ലേ, പൊതു സിമ്പലായിക്കൊണ്ട് നമുക്കതിനെ കണ്ടൂടെ, എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു അസഹിഷ്ണുത ഇത്തരം വിഷയത്തിൽ കാണുന്നത്? പൊതു സിമ്പിളായി കണ്ട ഒരു സാംസ്കാരിക ചിഹ്നമായി കണ്ടാൽ പോരെ. നമ്മൾ ബാക്കി എന്തൊക്കെ ചിഹ്നങ്ങളായി കാണുന്നുണ്ട്. ഇപ്പോൾ ആനയെ ഒരു ചിഹ്നമാണ് കേരളത്തിൻ്റെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള ചിഹ്നങ്ങൾ, വ്യത്യസ്തങ്ങളായുള്ള കാര്യങ്ങൾ, അതൊരു സാംസ്കാരിക ചിഹ്നമായി കണ്ടാൽ പോരെ എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, പറയുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതെന്താ വെച്ചാൽ പിന്നെ ഈ പൊതു എന്ന് പറയുന്നത് കണ്ടല്ലോ, അത് ഒരു കാര്യം പൊതുവാകണമെങ്കിൽ പൊതുവായി എല്ലാവർക്കും അംഗീകരിക്കപ്പെടണം. യെസ്. ഈ വിഷയത്തിൽ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് അത് ആരാണോ കൊളുത്താതിരിക്കുന്നത് ആ ആളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളും അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളും നിരന്തരം ഈ വിഷയം ഉണ്ടാകുമ്പോൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് പൊതുവല്ല എന്നാണ്. അതെ, അതന്നെ ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പൊതു ആരാ തീരുമാനിക്കണത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു പൊതു പറയാം. ഇപ്പോൾ നമ്മളൊരു സർക്കാർ വേദിയിൽ, ഇപ്പോൾ സർക്കാർ വേദികളിലാണ് അതൊക്കെ കാണുന്നത്, അവിടെ ഇപ്പോൾ കുരിശ് വരച്ചുകൊണ്ട് ഒരു പിന്നെ ഉദ്ഘാടന പരിപാടി തുടങ്ങാൻ വെക്കുക വിചാരിക്കുക. എന്നിട്ട് അത് പൊതുവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഹൈന്ദവ വിശ്വാസികൾ അത് അംഗീകരിക്കുമോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഖുർആൻ പിന്നെ പാരായണം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു ആരാധന നിർവഹിച്ചുകൊണ്ട് ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്താൽ മതി? ഇത് പൊതുവായി കണ്ടാൽ മതി. നമ്മൾ പറയാം, നിങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദുക്കളും മറ്റുള്ള ആളുകളൊക്കെ അവരോടൊക്കെ എന്ത് പറയാം? ഇതെന്താ മുസ്ലിമല്ലേ? അപ്പം എന്നാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പിന്നെ CPM-ൻ്റെ തോന്നുന്നുണ്ട് ഒരു സമ്മേളനത്തിൻ്റെ വേദിയിൽ നമ്മുടെ ഉമർ ഫൈസി മുക്കം നിസ്കരിച്ചു.
അതായത് മഗ്‌രിബ് സമയമായപ്പോൾ അദ്ദേഹം അവിടെ പായച്ച് കണ്ട് നിസ്കരിച്ചു. ആ നിസ്കരിച്ച ഫോട്ടോ വന്നിരുന്നു. അതിൻ്റെ പേരിൽ വലിയ വിമർശനം എന്ത് ചെയ്തിട്ടുണ്ട്, CPM നേരിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്ത ആ സംഗതിൻ്റെ വശം വേറെ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു മതത്തിൻ്റെ ഒരു സംഗതി അത് പൊതു എന്ന പേരിൽ കൊണ്ടുവന്നാൽ മറ്റുള്ളവരെന്ത് ചെയ്യൂല, അത് അംഗീകരിക്കൂലല്ലോ. അതിനൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ചെറിയ വിഷയങ്ങൾ പോലും പർവ്വതീകരിച്ച് പറയും. അപ്പം എന്താ വെച്ചാൽ, ഒരു പ്രത്യേക മതത്തിൻ്റെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും വീടുകളിലും പൂജാമുറികളിലും ഒക്കെ വെച്ച് ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയെ കൊണ്ടുവന്നിട്ട് അതിന് പൊതു എന്ന് പേരിട്ട് മറ്റുള്ളവരെല്ലാം അതിന് പൊതുവായിട്ട് കണ്ടുകൊള്ളണം എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ രാജ്യത്ത് മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തലാണ്. യാതൊരു തർക്കമോ കാര്യത്തിലില്ലല്ലോ. അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല, ഈ സംഘപരിവാറിൻ്റെ അജണ്ടകൾ, ഒളി അജണ്ടകൾ, അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്താൽ മാത്രം പോരല്ലോ. ഇപ്പം ഞാൻ നേരത്തെ ഈ നുസ്ഹാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഇതൊക്കെ പൊതുവായി കണ്ടാൽ പോരെ എന്ന് പറഞ്ഞ് ലാഘവത്വത്തോടു കൂടി സംസാരിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ ഒളി അജണ്ടകൾ, RSSൻ്റെ അജണ്ട. ഈ കേരള സ്റ്റോറി സിനിമ അടക്കമൊക്കെ വന്നപ്പോൾ അത് പൊതുവായി കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ ആരും കാണുമല്ലോ, അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവർ ബുക്കും പ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷേ അവരടക്കം ഇതിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളൊരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്നില്ല. അതങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആയി വരുന്നതാണ്. അപ്പോൾ വന്ദേ ഭാരതം ചൊല്ലാത്ത ആൾക്കാർ 3 വർഷം പിന്നെ ജയിലിൽ പോകണം എന്നുള്ള ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കാൻ നിൽക്കുകയാണ് നാളെ അമിത്ഷാ. അതേപോലെ ഇപ്പോൾ ഏക സിവിൽ കോഡ് എടുത്ത് ഒഴിവാക്കുന്ന സാഹചര്യം പിന്നെ പലയിടത്തും വന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരാൾ മതം മാറുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമായി ചിത്രീകരിക്കുന്ന അവസ്ഥ വന്നു. അത് പിന്നെ ഏതെങ്കിലും മതം ഗർഭാപ്പസിയാണെങ്കിൽ പ്രശ്നമല്ല, മറ്റേതൊക്കെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇവിടെ ഒരു ഭാഗത്ത് എല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നെറ്റിമങ്ങനെ ഒട്ടിച്ച് വെച്ചങ്ങാണ്ട് ഇതാ ഇന്ത്യ ഇന്ന് മുതൽ ഹിന്ദു രാജ്യമായിരിക്കുന്നു എന്നൊന്നും പറയില്ല. അതിങ്ങനെ എല്ലാത്തിലും ഇപ്പോൾ ഭൂമി പൂജ, ആയുധ പൂജ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പൊതു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വിദ്യാലയങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും അതിനൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ വരും. അതൊക്കെ നമ്മൾ പൊതു എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവസാനം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, ഇവിടുത്തെ മറ്റു മതവിശ്വാസികളൊക്കെ അത് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇവരുടെ അജണ്ടകളെക്കുറിച്ച് സെമിനാർ നടത്താം, അതേപോലെ പുസ്തകം എഴുതാം, പ്രസംഗിക്കാം. പക്ഷേ ഒരു നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാനാണ് പിന്നെ അതിന് ബുദ്ധിമുട്ട്. അതാണ് ശ്രമകരമായ ജോലി. ആ നിലപാടെടുക്കുമ്പോഴാണ് ഈ എഴുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിലൊരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു വിശ്വാസം, അതായത് വിശ്വാസം ഉള്ളിലും അത് പ്രവർത്തനത്തിലും എന്ത് ചെയ്യണം, ഒരേപോലെ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉള്ളിൽ കയറിയ ചില ജനപ്രതിനിധികൾ, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ ചില ഇതിൽ നിന്നും കൃത്യമായ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ജനപ്രതിനിധികളുണ്ടല്ലോ. അപ്പോൾ അവർ ഇത് വിശ്വസിച്ചു കൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കും. നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ PK അബ്ദുറബ്ബ് സാഹിബിനെ കുറിച്ച് പറഞ്ഞു. ഇനി മറ്റ് പുതുതായി എന്താ പറയുക പുതുമുഖ MLA-മാരുണ്ട്. ഇവരൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായി കൊണ്ട് കാണാൻ നമുക്ക് പറ്റും. പല വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പോലും ചിലപ്പോൾ അതേ വേദിയിൽ വെച്ചോ അതല്ലെങ്കിൽ മറ്റൊരു വേദിയിൽ വെച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാളുകളിലൊക്കെ അവർ വിമർശിക്കപ്പെടുന്നതായിക്കൊണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ വിമർശിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ഇന്ത്യ എന്താണെന്ന് പഠിക്കണം, ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിമർശിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസത്തെ വിമർശിക്കുകയാണെങ്കിൽ ആ ഇസ്ലാമിൻ്റെ വിശ്വാസം എന്താണെന്നും പഠിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വിമർശിക്കേണ്ടത്. അത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് തൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശം ഈ രാജ്യം നൽകുന്നുണ്ട്, ഭരണഘടന നൽകുന്നുണ്ട്. അതേ ഈ പറഞ്ഞ മന്ത്രിമാരും MLA-മാരും ഒക്കെ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഒരിക്കലും അവരെ ആക്ഷേപിക്കരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്.
ഓക്കെ, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നു പറഞ്ഞു ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കണം, ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കണം, മതനിരപേക്ഷ രാജ്യമാണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു മതത്തിൻ്റെ വിഷയമായിട്ട് പലപ്പോഴും യഥാർത്ഥത്തിൽ മതത്തിൻ്റെ വിഷയം തന്നെയാണ്. അപ്പോൾ മതത്തിൻ്റെ വിഷയമായിക്കൊണ്ട് പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇത് പൊതുവേദികളിലാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണേണ്ടതുണ്ടോ? ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് ഇത് ഉള്ളിൽ വെച്ചാൽ പോരെ, അതിങ്ങനെ പുറത്ത് കാണിച്ച് നടക്കേണ്ടതുണ്ടോ? ചില ആളുകൾക്കൊക്കെ പറയണ്ടല്ലോ, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്ത് തന്നെ കാണിച്ചു നടക്കേണ്ട സാധനമല്ല എന്നൊക്കെ പല ലിബറലുകളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണേണ്ടതുണ്ട് ഈ വിഷയത്തെ? അല്ല, ഒരു മതവിശ്വാസിക്ക് അയാളുടെ മതം വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ആത്മാഭിമാനത്തോടു കൂടി ചെയ്യാൻ നമ്മളെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്, അവകാശം നൽകുന്നുണ്ട്. പിന്നെ എന്തിനാ അതിങ്ങനെ ഒളിച്ചു പൂത്തി വെക്കേണ്ട കാര്യം? അതായത് ഒരാൾ തൻ്റെ മതപരമായ വിശ്വാസം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കേണ്ടത് ഒന്ന് അയാളുടെ മതമാണ്. ഇസ്ലാം അതിന് തടസ്സം നിൽക്കല്ല. അത് വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നാണ്. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ്. അത് പ്രഖ്യാപിക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ പുറത്ത് ആരും അറിയാതെ സ്വകാര്യമായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. രണ്ടാമത്തത് നമ്മുടെ രാജ്യത്ത് അത് പറയാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. അത് പറയാൻ നമുക്ക് നമ്മളെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ അവകാശം നൽകുന്നുണ്ട്. വേറെ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അത് പരസ്യമായി പറയാനും അനുഷ്ഠിക്കാനുമുള്ള അവകാശം മതപരമായിട്ടുണ്ട്, നമ്മുടെ രാജ്യം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യേണ്ടതില്ല, ആ നിലക്ക് കാണേണ്ടതില്ല. പിന്നെ ഈ മതേതരമാകണ്ടേന്ന് ചോദിച്ചല്ലോ, എന്തേ മതേതരത്വം? അവിടെ ഒരുപാട് കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതലയനമല്ല, മനസ്സിലായോ? മതനിരാസമല്ല. യൂറോപ്പിൽ സെക്കുലറിസം മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് മതനിരാസാണ്. ആരും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണേനാണ് അവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ്റിന് മതം പാടില്ല, ഗവൺമെൻറ് എല്ലാത്തിനോടും നിഷ്പക്ഷമാകണം, എന്നാൽ പൗരന്മാർക്ക് മതമാകാം. ഇനി ഏതെങ്കിലും പൗരന്മാർക്ക് മതം ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇതാണ് മതനിരപേക്ഷത. അതായത് ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത അവസ്ഥയല്ല, എല്ലാ മതവും ഒന്നാക്കലുമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ എല്ലാവർക്കുള്ള തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ നമ്മളൊരു മതേതര രാജ്യത്തല്ലേ, നമ്മളൊരു ബഹുസ്വര രാജ്യത്തല്ലേ, നമ്മളെന്തിനങ്ങനെ വാശി പിടിക്കേണ്ട കാര്യം? എല്ലാം ആ ഒരു ലേബലൊട്ടിക്കാണ്. അതെ. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, മതേതരത്വം എന്ന് പറഞ്ഞ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകലുമല്ല, എന്നാൽ എല്ലാ മതവിശ്വാസങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ചെയ്താലേ ഒരാൾ മതേതരനാവുള്ളൂ എന്ന വിചാരവും അല്ല. മറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കാനും അതോടൊപ്പം തന്നെ അതിന് പറ്റാത്ത സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഉള്ള ഒരു ഇടം നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നൽകണം. അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മതനിരപേക്ഷ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് തീർത്തും മതനിരപേക്ഷ നിലപാട് നമുക്ക് വേണം. ആ നിലപാട് കറകളഞ്ഞ നിലപാടാണെങ്കിൽ ഒരാളും നിലവിളക്ക് കൊളുത്താത്തതിൻ്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. അയാൾ പറയുന്നതിൻ്റെ വിശ്വാസത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിന് മാനിക്കണം. അല്ലാതെ അയാൾക്ക് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അയാളെ പ്രഷർ ചെയ്ത് എന്താ നിങ്ങൾ ചെയ്യാത്തത് കേട്ടാൽ തോന്നുന്നത് നമ്മൾ. അപ്പോൾ ചില ആൾക്കാർ പറയണത് എന്താ വെച്ചാൽ ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നുകൊണ്ട് വോട്ടൊക്കെ ചോദിച്ചാണ്, വലിയ ആളായിട്ട് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നില്ല. നിലവിളക്ക് കൊളുത്താനേ നമ്മൾ ഇവരൊക്കെ വോട്ട് ചോദിച്ച് അല്ലല്ലോ. അതായത് എല്ലാ വിഭാഗത്തിൻ്റെ അടുത്തും പോയി വോട്ട് ചോദിക്കുന്നത് നിങ്ങളെ മതം അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയാനല്ല, മറിച്ച് എന്തിനാ? നിങ്ങൾക്ക് ഭരണഘടന അനുവദിക്കുന്ന നിങ്ങളുടെ അവകാശങ്ങൾ ഞാൻ നേടിത്തരും. അത് പാർലമെൻറ്റിന് ഞാൻ നേടിത്തരും, അല്ലെങ്കിൽ നിയമസഭയിൽ ഞാൻ നേടിത്തരും. അതിന് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. പ്രത്യേകിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങൾ അവരാരാകട്ടെ, അവരുടെ അവകാശം കൃത്യമായി ഞാൻ ആ അവകാശം നേടിത്തരാന്നുള്ള നിലക്കാണ് ഈ രാജ്യത്തെ മതേതരത്വം സൂക്ഷിക്കുക എന്നുള്ള നിലക്കാണ്. അതിൽ ഇവരൊരു പോറൽ ഏൽപ്പിക്കണില്ലല്ലോ. മറിച്ച് അവർ ജനപ്രതിനിധിയായി എന്നുള്ളത് കൊണ്ട് ഇനി അവരുടെ മതം തീരെ വിസിബിളാക്കാൻ പറ്റൂല. മതം വിസിബിളാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇനി കേരളത്തിൽ മന്ത്രിയാകാനും MLA ആകാനും പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അല്ല. അത് ഒരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ അയാളെ ഹൈന്ദവ വിശ്വാസം ഇപ്പോൾ നോക്കൂ. നമ്മളെ മുഖ്യമന്ത്രി ആവട്ടെ, അതുപോലെ തന്നെ മുരളീധരനാവട്ടെ, മുമ്പ് കരുണാകരനാവട്ടെ, ഇവരൊക്കെ കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു, തൊഴുന്നു,
അല്ലേ? അതിൻ്റെ റീലുകൾ വരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി അതിൻ്റെ എല്ലാ അടയാളങ്ങളും അവർ പ്രദർശിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? കാരണം അവരവരുടെ വിശ്വാസമാണ്. എന്നാൽ ഒരു മുസ്ലിം ആയ ഒരു മന്ത്രിയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ കാണുന്നത് ഏത് സന്ദർഭം ഞാനൊരു മുസ്ലിം അല്ല എന്ന് തോന്നിപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു സമ്മർദ്ദം ഇന്നിവിടെ സമൂഹത്തിലുണ്ട്. ആ സമ്മർദ്ദത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഈ ഒരു മതേതരത്വത്തിൻ്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെ മതലയനമായിക്കൊണ്ട് കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിക്കാൻ കൊണ്ടുവന്ന വിഷയം എന്താ വെച്ചാൽ ഒരു സിനാരിയോ കൂടി ഓർമ്മ വരികയാണ്. നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന വാർത്തകൾ ഇങ്ങനെ കൊടുമ്പിരിയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ കെ മുരളീധരനാകട്ടെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ബഹുമാനായ രമേശ് ചെന്നിത്തലയാകട്ടെ, അത് ഗുരുവായൂരിലേക്ക് യാത്ര പോകുന്ന വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ വിശ്വാസം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനോ ആ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതൊരിക്കലും മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കേണ്ട വിഷയമല്ല. അത്തരം മതേതരത്തിന് ലേബൽ ഒട്ടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജനപ്രതിനിധികൾ നമ്മളിതിങ്ങനെ വീണ്ടും എടുത്തു പറയുന്നത് പലപ്പോഴും മുസ്ലിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാലും മുസ്ലിം ജനപ്രതിനിധികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളെ ചൂണ്ടിക്കൊണ്ടാണല്ലോ. അപ്പോൾ ഈ വിശ്വാസം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉള്ളിലുണ്ട്, അത് പുറത്ത് കാണിക്കാൻ പുറത്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തനങ്ങളിലൂടെ കാണിക്കും വേണം. അപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകും. ഇപ്പോൾ നിലവിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ പറ്റും അവർ ചെറിയൊരു മാനസികമായ പ്രയാസങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഇങ്ങനെ അല്ലേ നമുക്കിങ്ങനെ ഉൾക്കൊള്ളുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ സാഹചര്യത്തോട് പ്രതികരിക്കാനുള്ളത്? അല്ല, ഞാനും കണ്ടു. ഇപ്പോൾ നുസൈൻ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വരുന്നുണ്ട്. അത് ചിലരൊക്കെ അത് കൊളുത്താതെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകൾ കൊളുത്താൻ വേണ്ടി ആ തിരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ വാങ്ങിയിട്ട് വേറൊരാൾക്ക് കൊടുക്കും. അപ്പോൾ അത് അയാൾ കൊളുത്തിയിട്ട് പിന്നെ അവർക്ക് തന്നെ കൊടുക്കും. അപ്പോൾ അയാൾ വേറൊരാൾക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് ഇദ്ദേഹം ഇത് കൊളുത്താൻ ഉദ്ദേശിക്കണില്ല എന്നത്. പക്ഷേ ആ കൊളുത്താൻ ഉദ്ദേശിക്കാത്ത വ്യക്തി അത് മാനേജ് ചെയ്യാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ വേദിയിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഫേസ്ബുക്കിൽ പോയിട്ട് പറയുന്നത് അയാൾ കൊളുത്തില്ല എന്നുള്ള ആക്ഷേപമായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ ഇത് കൊളുത്താതെ തൻ്റെ വിശ്വാസത്തിന് ഇത് ബാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇത് കൊളുത്താതിരിക്കുന്ന മുസ്ലിം മന്ത്രിമാരാകട്ടെ, ജനപ്രതിനിധികളാകട്ടെ, ആരാകട്ടെ, ഇനി ഉദ്യോഗസ്ഥരോ ആരാകട്ടെ, അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ കാര്യം തുറന്ന ആ വേദിയിൽ പറയുക എന്നതാണ് ചെയ്യേണ്ടത്. ഒന്നും സംഭവിക്കില്ല. എന്താ ഇത് ഇന്നിവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. എൻ്റെ ഒരഭിപ്രായം, ഒരു മതത്തിൻ്റെ ഒരു സിമ്പലുള്ള ഒരു സംഗതി ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ് നല്ലത്. EMS അതെ, EMS ഒക്കെ എടുത്ത നിലപാടാണ് ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ പറയുന്നത്. അതിന് നമ്മളൊരു 10-50 വർഷം പഴക്കമുള്ളൊരു വിഷയമാണിത്. അതാണ് ഞങ്ങൾക്ക് സ്റ്റാൻഡ്. ഇനി അതല്ല ഒരു വിഭാഗത്തിനത് കൊണ്ടുവരണമെന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു. പക്ഷേ എനിക്കെൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്നത് കൊണ്ട് ഞാനതിലെന്തല്ല പിന്നെ ഒരു കാപട്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ നിന്നതിന് ഒരു ആളായി നിൽക്കാനും അത് പിന്നെ ഞാനും ചെയ്തു എന്ന് വരുത്തി തീർക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കാപട്യം ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ വിശ്വാസം ഇതാണ്. ഇതൊരൊറ്റ പ്രാവശ്യം ഒരു സ്ഥലത്ത് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ആര് വിളിക്കുമ്പോഴും എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാവും. എന്ത്, ഇദ്ദേഹം അത് ചെയ്യൂല. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഈ പേഴ്സണൽ സ്റ്റാഫിനോട് പറയാലോ, എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അതിന് പകരം എന്തൊക്കെ ഉദ്ഘാടനത്തിന് വേറെ എന്തൊക്കെ എല്ലാവർക്കും മതനിരപേക്ഷമായി ചിന്തിക്കാൻ പറ്റുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അല്ലേ, നാടമുറിക്കുക, അതേപോലെ തന്നെ വേറെ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടായാലും മതി എന്നുള്ള ആ പ്രോട്ടോക്കോൾ ഉൾപ്പെടുത്തിയാൽ മതി. എന്തിനത്ര പ്രയാസപ്പെടേണ്ട കാര്യം? അത് ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അടുത്ത മുഖ്യ അതിഥിയാണെങ്കിൽ ആ കണ്ടീഷൻ ആദ്യം വെക്കാം. സ്വാഭാവികമായിട്ട് അവരത് സമൂഹത്തിൽ ചർച്ചയാക്കിയേക്കും. ആ ചർച്ചയാക്കുമ്പോൾ തൻ്റെ നിലപാട് തുറന്നു പറയണം. കാരണം ഞാൻ മന്ത്രിയായതും ഞാൻ MLA ആയതും ഇവിടെ എൻ്റെ മതം ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്, നിങ്ങളോട് വോട്ട് ചെയ്യിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഞാൻ നേടിത്തരും. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. വർഗീയ വിരുദ്ധ സന്ദേശം ഞാൻ പ്രചരിപ്പിക്കും. അതിലൊക്കെ നിങ്ങൾ എന്നെ ഓഡിറ്റ് ചെയ്യുക. എൻ്റെ വിശ്വാസം എൻ്റെതാണ്, അതെനിക്ക് വിട്ടു തരണം. എൻ്റെ ഭരണഘടന എനിക്ക് എന്തുണ്ട്, അതിന് അവകാശം തരുന്നുണ്ട്.
ഇതൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. Yes. അത് പറയാൻ ഭയപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മൾ മാറിക്കൊടുത്തുകൊണ്ടല്ല. മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയോ? ഞാൻ ഒറ്റ ആ കാര്യം കൂടി ഒന്ന് പറയാൻ തോന്നുന്നുണ്ട് എനിക്ക്. അതായത് എൻ്റെ ഫോണിലുണ്ടായിരുന്നു, ഈ ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ ഒരു SOP പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ആരാണ് തീവ്രവാദികൾ എന്ന് അന്വേഷിക്കാൻ വേണ്ടി, അവരെ കണ്ടെത്താൻ വേണ്ടി, എന്നിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്നെന്താ അറിയോ? തങ്ങളുടെ മതം മാത്രമാണ് സത്യമെന്നും മറ്റു മതങ്ങൾ സത്യമല്ലെന്നുമുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ. മനസ്സിലായോ? അതായത് എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുക, മറ്റ് തെറ്റാണെന്ന് വിശ്വസിക്കുക. അതിപ്പോൾ രാഷ്ട്രീയ രംഗത്തില്ലേ, BJP-കാരൻ്റെ വിശ്വാസം എന്താ? അയാളതാണ് ശരി, മാർക്സിസം തെറ്റാണെന്നല്ലേ, അതവർ പറയലില്ലേ? ഒരു പ്രശ്നം അവിടെ അല്ലല്ലോ അല്ലേ? മതങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എപ്പോഴത് പ്രശ്നമാവണത്? എൻ്റെ ശരി മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ, അല്ലാത്തതൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ നിൽക്കുമ്പോഴാണ് അത് ഫാസിസമാണ്. അതൊരിക്കലും ഇസ്ലാം ചെയ്യാൻ അനുവദിക്കണില്ല. പക്ഷേ ഇന്ന് ഈ ഇങ്ങനെ വിശ്വസിച്ചാൽ പോലും എന്താണ്, അത് തീവ്രവാദത്തിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് താടി വളർത്തുക, നിക്കാബ് ധരിക്കുക, അറബി പദങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക, ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? തീവ്രവാദത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ പിന്നെ ഇനി ഇവിടെ ആരാ തീവ്രവാദി അല്ലാത്തവർ? അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെ മൊത്തം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഇസ്ലാമോഫോബിയക്ക് അനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് മാറിക്കൊടുക്കുകയല്ല വേണ്ടത്. ഞങ്ങൾ എന്തുകൊണ്ട് താടി വെക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് നമസ്കരിക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് അറബി വാക്കുകൾ ഉപയോഗിക്കുന്നു, എന്താണതിനർത്ഥം? ഇത് ശരിക്കും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഞങ്ങളെ ഭരണഘടന ഞങ്ങൾക്ക് അനുവദിക്കണമാണ് ഈ മതം അനുസരിച്ച് ജീവിക്കാൻ. അത് അതിൻ്റെ ഷിയാറുകൾ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ മൗലാന അബുൽ കലാം ആസാദ് മുതലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ നേരത്തെ കേരളത്തിൽ പറഞ്ഞ CH പോലുള്ള ആൾക്കാരൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവരവരുടെ മതവിശ്വാസത്തിലും അവരുടെ സിമ്പലുകളിലും ചിഹ്നങ്ങളിലും ഒരു കോംപ്രമൈസും വരുത്താതെ ഈ രാജ്യത്ത് നിലനിന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. അതേ പാരമ്പര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം. അല്ല, ഇപ്പോൾ നമ്മളിത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും നല്ലൊരു തീവ്രവാദപരമായിട്ടുള്ള തീവ്ര ചിന്തയല്ല, പലപ്പോഴും ഒരു വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം അത് എനിക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ജനപ്രതിനിധികൾ അതിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത്തരം മാറി നിൽക്കുന്നവർക്ക് കൂടി പലപ്പോഴും വിനയായി മാറുന്നതാണ് കൊളുത്തുന്ന ഇതേപോലെയുള്ള മുസ്ലിങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ പറയില്ല ഇതൊരു തീവ്ര ചിന്തയുള്ള ആൾക്കാരുടെ മാത്രം പ്രശ്നമാണ് എന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇവർ കൊളുത്തുന്നു, അപ്പോൾ ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ചില ആൾക്കാർ കൊളുത്തുന്നു, മറ്റാൾക്കാർ കൊളുത്തുന്നില്ല. അപ്പം ഇവർക്ക് പ്രശ്നമില്ല, ഒരേ പാർട്ടിക്കാരല്ലേ, ഒരേ വിശ്വാസക്കാരല്ലേ, അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് ഇത് കുറച്ച് തീവ്രമായ ചിന്തയുള്ള ആൾക്കാരാണ്, തീവ്രവാദികളാണ്, അങ്ങനെ തീവ്രമത വിശ്വാസമുള്ള ആൾക്കാരാണ് എന്നൊക്കെ അവർ ചാപ്പ കുത്തുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്താ അതിനോട് പറയാനുള്ളത്? അല്ല, ഇതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഈ നിലവിളക്ക് വിവാദം ഇങ്ങനെ കത്തി നിൽക്കാൻ കാരണം ഈ കൊളുത്തുന്ന മുസ്ലിങ്ങളാണ് ഇതിന് കുറ്റക്കാരെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ ഹൈന്ദവരല്ല, ഹൈന്ദവ വിശ്വാസികളോ മറ്റു മതവിശ്വാസികളോ അല്ല. അതിൽ കുറേ വർഗീയ വിഷമുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവാം. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആകണം. എന്താ വെച്ചാൽ കുറച്ച് മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നു, ഒരേ സ്റ്റേജിൽ തന്നെ ചില ആളുകൾ ചെയ്യുന്നു, ചില ആളുകൾ ചെയ്യുന്നില്ല, അതേ ഒരേ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ, ഒരേ സമുദായത്തിൽപ്പെട്ടവർ തന്നെ. അപ്പോൾ അതെന്താ സംഭവം? അപ്പോൾ ഇത് ഈ കൊളുത്താത്ത ആൾക്ക് കുറച്ചൊരു തീവ്ര നിലപാടുകളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായത് ഈ കൊളുത്തിയ മുസ്ലിമാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ, യാതൊരു തർക്കവും ആ കാര്യത്തില്ല. അവരത് ചെയ്യാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ അറിവില്ലായ്മയാണെങ്കിൽ അത്തരം ആളുകൾ ഈ വിഷയം പഠിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു മുൻധാരണ വെച്ച് മുൻവിധി വെച്ച് പോലെ ഇതിൻ്റെ ഇസ്ലാമികമായ കാര്യവും ഇതിൻ്റെ ഭരണഘടനാപരമായ തലവും മതേതരത്വത്തിൻ്റെ വിഷയവും ഇപ്പോഴത്തെ പശ്ചാത്തലവും ഇസ്ലാമോഫോബിയയും
അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും സംഘപരിവാർ ഇവിടെ സംസ്കാരങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വിഷയത്തെ സമഗ്രമായി പഠിച്ചിട്ട് ആ വിഷയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അറിവില്ലാത്തതിൻ്റെ പേരിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത്. അതല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെന്താ വെച്ചാൽ ഒരു അൾട്രാ സെക്കുലറിസത്തിൻ്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ സെക്കുലറായാൽ പോരാ, മതനിരപേക്ഷതയുടെ ആളാ പോരാ, ഞാൻ കുറച്ചും കൂടി എന്താണ് ഞാനാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ. അതുകൊണ്ടാണ് മറ്റു മതവിശ്വാസത്തിൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ, അതിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ മുസ്ലിങ്ങളാണ് അതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ ചോരെഴുത്ത് വായിക്കുന്ന വിശ്വാസി. അതെ, അവരാണ് ഇതിൻ്റെ വലിയ ആളായിട്ട് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെക്കാളും ഞങ്ങൾ ഉഷാറാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഒരു ഗതികേട് വന്ന് കൂടിയിരിക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ച് നിന്ന് കൊടുക്കുകയാണ്. ഈ പോക്ക് പോയാൽ എഴുതി വെച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാം മൊത്തം ഒഴിവാക്കാല്ലാതെ വേറെ നിർവാഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഒഴിവാക്കാൻ തുടങ്ങിയാൽ ഇതിവിടെ നിൽക്കില്ല, വലിയ പറയുന്നിടത്ത് നിൽക്കില്ല. അത് ഓരോ സംഗതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവസാനം ഇസ്ലാമിൻ്റെ അവസാനത്തെ ഷിയാറും അവസാനത്തെ അടയാളവും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി നിലനിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇവിടെ ഒന്നും ഇതൊന്നും ഇവർക്ക് തൃപ്തിയാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ ഒന്ന് കൊളുത്തിയാൽ, പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തൊന്ന് വിഷ് ചെയ്താൽ, നിങ്ങൾക്ക് എന്താ അതൊരു വിഗ്രഹമല്ല, അതിൻ്റെ മുമ്പിൽ എന്താ ഒന്ന് ഇതൊക്കെ ആയാൽ എന്താ പ്രശ്നം, ഒന്ന് കൈകൂപ്പിയാൽ എന്താ പ്രശ്നം, ഒന്ന് സെല്യൂട്ട് അടിച്ചാൽ എന്താ പ്രശ്നം, ഇങ്ങനെ ചോദിച്ചു പോകും. അപ്പോൾ അതിനുണ്ട് ഒരു വര എന്തായാലും വരക്കേണ്ടി വരുമല്ലോ. ഇതെനിക്ക് പറ്റൂല എന്ന് പറയേണ്ട ഒരു ഘട്ടം വരും. അത് കുറച്ച് നേരത്തെ പറയണോ അതോ കുറേ വൈകി പറയണോ എന്നുള്ള സംശയം മാത്രമേ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, ആ വര കുറച്ച് നേരത്തെ വരക്കുന്നു എന്ന് മാത്രം, ആ കാര്യം ബോധ്യപ്പെടുത്തുന്നു. അത് കുറേ അങ്ങോട്ട് പോയിട്ട് പറയുമ്പോൾ എന്നാൽ പിന്നെ പഴയതൊക്കെ എന്തിനാ ചെയ്തു എന്നാണ് ചോദിക്കുക. ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണം പറയാം. റമദാൻ മാസം നോമ്പ് കാലമാണല്ലോ. ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് എന്താ വെച്ചാൽ എല്ലാവരും നോമ്പ് വിൽക്കും, എല്ലാ മുസ്ലിങ്ങളും നോമ്പ് വിൽക്കും. ഇനി നോമ്പില്ലാത്ത ആളാണെങ്കിൽ നോമ്പുള്ള പോലെ എന്ത് ചെയ്യും, നടക്കും. അതുകൊണ്ട് തന്നെ ഒരു അമുസ്ലിമായ നമ്മുടെ ഒരു അയൽവാസി ഒരിക്കലും ഒരു റമദാൻ മാസത്തിൽ വന്നുകൊണ്ട് നമ്മളെ കല്യാണത്തിന് വിളിക്കൂല ഉച്ചക്ക്. അവർ വന്നിട്ട് പറയും, ഞങ്ങൾ ഉച്ചക്കാണ് കല്യാണം, നിങ്ങൾക്ക് നോമ്പല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങളൊരു കാര്യം ചെയ്യും, വൈകുന്നേരം വരും, നോമ്പ് തുറന്നിട്ട് ആ സമയത്താണ് നിങ്ങൾക്കുള്ള ടൈം. കറക്റ്റായിട്ട് അവർക്ക് അതിലൊരു പ്രശ്വാസം ഉണ്ടാവില്ല. എന്നാൽ ആ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു 100 വീട് മുസ്ലിങ്ങളതുണ്ട്, അതിലൊരു 50 വീട് നോമ്പ് നോൽക്കാത്ത വീടായിരിക്കുക, 50 വീട് നോമ്പ് നോൽക്കുന്ന വീട്. അതേപോലെ തന്നെ ഒരു വീട്ടിൽ കുറച്ച് ആൾക്കാർക്ക് നോമ്പ്, വേറെ കുറച്ച് ആൾക്കാർക്ക് നോമ്പില്ല. ഇങ്ങനൊരു കൺഫ്യൂസ്ഡ് ആയ ഒരവസ്ഥയാണെങ്കിൽ ഇയാൾ വന്നിട്ട് എന്താ പറയുക അറിയോ, എല്ലാവരും വരണമെന്ന് പറയും. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് നോമ്പുണ്ട്, അപ്പോൾ നിങ്ങളെ മോനെ നോമ്പില്ലല്ലോ, അപ്പോൾ നിങ്ങളുണ്ടാകുന്നത് ഒരേ വിശ്വാസക്കാരല്ലേ. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുത്തത് ആരാ? അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കൺഫ്യൂഷനാണ്. അതിനോട് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിലോ ഈ വരുന്ന ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഇപ്പോൾ ഈ നിലവിളക്കിൻ്റെ വിഷയത്തിലൊക്കെ അത് ഞങ്ങൾക്ക് പറ്റാത്തതാണ് എന്ന് മുസ്ലിം സമുദായത്തിൽ ഒന്നിച്ചൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് അതിൽ യാതൊരു വിഷമം ഉണ്ടാവില്ല. അത് അവർക്ക് പറ്റാത്തതാണ്, അതുകൊണ്ട് നമ്മളത് വെക്കണ്ട എന്നേ വിചാരിക്കുള്ളൂ. അത്രക്കും സഹൃദയരാണ് ഇവിടുത്തെ ആളുകൾ. അപ്പോൾ അത് അവരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ തൻ്റെ ദേഹത്തൊരു ചാപ്പയുണ്ടാവും. അതായത് അയാളൊരു മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് എന്ന ഒരു ചാപ്പ. അപ്പോൾ ആ ചാപ്പ കുടഞ്ഞ് ഒഴിവാക്കണമെങ്കിൽ ഞാൻ കുറച്ച് അൾട്രാ സെക്കുലറാണ് എന്നുകൂടി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതും ഉണ്ടാവും. സെക്കുലർ മുസ്ലിമാണ്. അതെ, സെക്കുലർ മുസ്ലിമാണെന്ന് തോന്നിക്കാൻ വേണ്ടി അൾട്രാ സെക്കുലറിസം കാണിക്കുക, ആരും ചെയ്യാത്തത് കുറച്ച് കടത്തി ചെയ്യുക. അപ്പോൾ എന്നാൽ മറ്റേത് മായ്ച്ചു കളയാലോ, ഒരു വര ചെറുതാക്കാൻ വേറെ വലിയൊരു വര ഇടുക എന്ന് പറഞ്ഞില്ലേ, രണ്ടോടെ നിലനിൽക്കും, ആ ചാപ്പയോടെ നിലനിൽക്കും, ഇതോടെ നിലനിൽക്കും. ഇതൊക്കെ ബുദ്ധിശൂന്യതയാണ്. പണ്ട് നമ്മളെപ്പോഴോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചില ആൾക്കാർക്ക് പറയാറുണ്ട്, മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർവെയർ പോലെയാണ്, അല്ലെങ്കിൽ ഇന്നർവെയർ പോലെയാണ്, ഉള്ളിൽ സൂക്ഷിച്ചാൽ മതി, പുറത്തേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഷിയാറുകളിലാകട്ടെ, നിങ്ങളുടെ അടയാളങ്ങളിലാകട്ടെ, മറ്റെന്തിലും ആകട്ടെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പുറത്ത് കാണിക്കരുത് എന്നൊക്കെ പലപ്പോഴും ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പോലും, മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പോലും പറയാറുണ്ട്. നമ്മൾ സൂചിപ്പിച്ചത് ഇപ്പോൾ എന്താ വെച്ചാൽ, അത്തരം നമ്മൾ അവർക്ക് വേണ്ടി ഡയലൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും, ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് ദീനെ തന്നെ ഒഴിവാക്കേണ്ടി വരുന്ന അവസരത്തിലേക്ക് എന്ത് ചെയ്യും, എത്തുമെന്നുള്ളതാണ്. അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, പലപ്പോഴും സർക്കാർ രംഗത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇത്തരം സർക്കാർ പരിപാടികളിലാണ് നടക്കുന്നത്, അപ്പോൾ ഇതൊരു ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളൊരു ചോദ്യം എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും
വരാറുണ്ട്. അവസാനം എത്തി നിൽക്കുന്നൊരു ഇതാണ്. മുസ്ലിമീങ്ങളുടെ വിഷയം കഴിഞ്ഞു, അല്ലെങ്കിൽ ദീൻ്റെ വിഷയമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ഇവിടെ ലൈറ്റ് ഇല്ലായിട്ട് ലൈറ്റ് കത്തിച്ചതല്ല എന്നുള്ളതൊക്കെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അവസാനം പറയുന്നൊരു വിഷയം ചിലപ്പോൾ ഇത് ഭരണഘടന അനുശാസിക്കുന്ന വിഷയമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി എന്ത് ചെയ്യും സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഭരണഘടന കൊളുത്താതിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. എന്താണ് എന്നോട് മറുപടി പറയാനുള്ളത്? കൊളുത്താതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലല്ലോ. ഒരാൾക്ക് കൊളുത്താം, അയാളെ വിശ്വാസം അനുസരിച്ച് വേണമെങ്കിൽ കൊളുത്താം. കൊളുത്താതിരിക്കാൻ ഒരാളെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയും കഴിയാം. അതിന് രണ്ടിനും അനുവാദം കൊടുക്കുന്നതാണ് എന്ത് ഭരണഘടന. പക്ഷെ ഭരണഘടന പൊതുവായി എന്താ വായിച്ചാൽ കിട്ടുക വെച്ചാൽ ഇപ്പോൾ ആർട്ടിക്കിൾ 27 അതിൽ പ്രത്യേകം ഒരു മതത്തിൻ്റെ ഒരു എലമെൻ്റ് ഉള്ള ഒരു വിശ്വാസം ഒരിക്കലും പൊതുരംഗത്ത് പൊതുവേദികളിൽ അഥവാ ഗവൺമെൻറ് വേദികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഭരണഘടനാ വിരുദ്ധം ഏതാ? ഒരു മതത്തിൻ്റെ സിമ്പിളായിട്ടുള്ള സാധനം അവിടെ കൊണ്ടുവന്ന് വെക്കണതാണ് എന്ത് ശരിക്കും ഭരണഘടനയ്ക്ക് എതിര്. പിന്നല്ലേ അതിൻ്റെ കൊളുത്താൻ പറ്റുമല്ലോ എന്നുള്ള ചോദ്യത്തിൻ്റെ വിഷയം. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 25 ആ 25 മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പറ്റാത്തതിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശം, വിയോജിക്കാനുള്ള അവകാശമുണ്ട്. അതും നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 19(1)(a) അതിൽ നമുക്ക് കാണാൻ പറ്റും അഭിപ്രായ സ്വാതന്ത്ര്യം. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നിലപാടുകൾ പിന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവകാശം നമ്മളെ ഭരണഘടന കൃത്യമായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ 1986 മറ്റേ ബിജോ മാനുവൽ കേസ് ഉണ്ടാകുന്നത്. അതായത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട 2 കുട്ടികൾ പിന്നെ സ്കൂളിൽ വരുന്നു. അവർ പിന്നെ ദേശീയഗാനം ചെല്ലുന്ന സമയത്ത് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവരുടെ മതവിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യൂല, പറ്റൂല. അപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞു ശരിയാവില്ല, അവരെ പുറത്താക്കി. പക്ഷെ അവർ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം വിധി കിട്ടിയത് എന്താ? അവരുടെ വിശ്വാസത്തിന് എതിരാണെങ്കിൽ അവരെ നിർബന്ധിക്കാൻ പറ്റില്ല, അവരിരുന്നോട്ടെ. ഇങ്ങനെ വിധി കിട്ടിയ ഒരു നാടാണിത്. ആ വിധി സുപ്രീം കോടതിക്ക് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ഭരണഘടനാ തത്വങ്ങളൊക്കെ വെച്ച് അവർ പഠിച്ച് നിർദ്ധാരണം ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യമാണ് എന്ത്, ഇന്ത്യ രാജ്യത്ത് ഒരാളുടെ മതത്തിന് അനുകൂലമല്ല എന്നൊരാൾ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ അയാളതിൽ കമ്പൽ ചെയ്യാൻ പാടില്ല. ഇത് കൃത്യം. പിന്നെ അതെന്താ നമ്മളെ ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും MLA-മാർക്കും ഇതറിയാത്തതാ? അപ്പോൾ എന്തിനാണ് ഈ വേഷം കെട്ടുന്ന കാര്യം? അപ്പോൾ ഇത് വളരെ ക്ലിയറായ ഒരു വിഷയമാണ്, വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യാവുന്ന വിഷയമാണ്. ഇതിനെ കോംപ്ലക്സ് ആക്കുന്നത്, ഇതിനെ ഒരു പ്രയാസത്തിലേക്ക് കൊണ്ടുവരുന്ന വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾ തന്നെ 2 നിലപാട് സ്വീകരിക്കുന്നതാണ്. അല്ലാതെ മറ്റു മതവിശ്വാസികൾ അതിലൊരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല. എനിക്കതാ പറയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഇവിടെ ചർച്ചക്കെടുത്തത് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമകാലിക കേരളം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് പലപ്പോഴും മറുപടി പറഞ്ഞ് പല ആളുകളും കുഴങ്ങുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നൊരു സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ അൾട്രാ സെക്കുലർ ആവാനോ സെക്കുലർ വിശ്വാസിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. ഞാനൊരു വിശ്വാസിയാണെന്നുള്ളത് അഭിമാനത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. അതെൻ്റെ വിശ്വാസത്തിന് എതിരാണെങ്കിൽ അതെൻ്റെ വിശ്വാസത്തിനെതിരാണ്, അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശം, റൈറ്റ് ടു റിലീജിയൻ, അതെനിക്ക് എൻ്റെ വിശ്വാസം എന്താണോ അതനുസരിച്ച് ജീവിക്കാനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എനിക്കുണ്ട് എന്ന് അധികാരികളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് പറയേണ്ടത്. ആ അധികാരികൾ അവിടെ മൗനം പാലിച്ചാൽ യഥാർത്ഥത്തിൽ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് അത് വളരെ അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.